ഈ WCCയെ തേച്ച ഒരു മെമ്പറെ കുറിച്ച് പറയുന്നുണ്ട്. തുടക്കം ഒപ്പം നിന്നിട്ട് പിന്നീട് അവസരങ്ങൾക്ക് വേണ്ടി, അതായത് WCCയുടെ ഒപ്പം നിന്നാൽ അവസരങ്ങൾ കിട്ടില്ല, അതുകൊണ്ട് WCCയിൽ നിന്ന് പടിയിറങ്ങി, അതായത് ഇപ്പോഴും മെമ്പറാണ് പക്ഷേ കൂടുതൽ കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല എന്നുള്ളത്. ഈ സ്ഥാപക മെമ്പറെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ സിനിമയിൽ ഇത്തരം, അതായത് ലൈംഗികപരമായ ഒരു അതിക്രമങ്ങളും നടക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ മെമ്പർ ആരാണ്, പിന്നീട് അവസരങ്ങൾ സിനിമയിൽ ആ മെമ്പർക്ക് ലഭിച്ചതൊക്കെ നമുക്കറിയാം. ഈ പാർവതി തിരുവോത്താണെങ്കിലും റിമ കല്ലിങ്കലാണെങ്കിലും രമ്യ നമ്പീശനാണെങ്കിലും ഒക്കെ അവസരങ്ങൾ കുറഞ്ഞതും രേവതിക്ക് സിനിമ ഇല്ലാതായതൊക്കെ നമ്മൾ കണ്ടതാണ്. നടിമാർ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി രംഗത്തിറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ കൂട്ടിക്കൊടുക്കുന്ന അമ്മമാർ, പിന്നെ നടിമാർ തന്നെ പറയുന്ന ലിപ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ചുണ്ടുകൾ കടിച്ചു കീറുകയാണ്. പലപ്പോഴും റൂമിലേക്ക് വരുമ്പോൾ ബെഡിനടിയിൽ ഡ്രൈവർമാർ, അതായത് നായകന്മാരുടെ ഡ്രൈവർമാരാണ് പലപ്പോഴും ബെഡിനടിയിൽ നിന്ന് എഴുന്നേക്കുന്ന അത്തരമൊരവസ്ഥ, ശരീരം കാക്കാനായി ഉറങ്ങാതിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതൊക്കെ വളരെ ഭയാനകം തന്നെയാണ്. ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യാൻ കഴിയുമോ ആ തരത്തിലൊക്കെ ചൂഷണം ചെയ്യുന്നത് ശരിയാണ്. ഈ WCC അംഗം, സ്ഥാപക അംഗം അവസരത്തിന് വേണ്ടി മറ്റുള്ളവരെ ഒറ്റിക്കൊടുത്തത് അത് ശരിയാണോ? മാത്രമല്ല ഈ ഇത്തരം ലൈംഗികത അതെല്ലാത്തിലും, പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ആണിനെ ആയാലും പെണ്ണിനെ ആയാലും ചൂഷണം ചെയ്യുന്നത് എല്ലാ മേഖലകളിലുമുണ്ട്. പിന്നെ ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അവസരവാദിത്വം എന്താണ്? ഈ കുറേ പേരുകൾ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒറ്റുകൊടുത്ത ആളുടെ പേര് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് മഞ്ജു വാര്യർ എന്നാണ് ആ പേര് പറയുന്നത്. സ്വഭാവമായിട്ട് WCCയിൽ മെമ്പറായി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് മഞ്ജു വാര്യർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു എന്ന് പറയുന്ന വാദമുഖത്തിനോട് എനിക്ക് എതിർപ്പുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്ന ആരാധകരെ സൃഷ്ടിച്ച നായികാ നടിയാണ്. ദിലീപുമായുള്ള വിവാഹത്തെ തുടർന്നാണ് ഇവർ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു. പിന്നീട് 14 വർഷങ്ങളോളം അവർ ലൈം ലൈറ്റിലേ ഇല്ല, മാറി നിൽക്കുന്നു. അവസാനം ദിലീപുമായി ഉണ്ടാകുന്ന ഡിവോഴ്സ് കേസ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് മഞ്ജു വാര്യർ തിരിച്ച് മഞ്ജു വാര്യരുടെ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഭയങ്കരമായൊരു എൻട്രി ആയിരുന്നു. അത് റോഷൻ ആൻഡ്രൂസിൻ്റെ സിനിമ, നായകനില്ല, നായികയാണ് മെയിൻ കഥാപാത്രം. അപ്പോൾ മലയാള സിനിമയിൽ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ മഞ്ജു വാര്യരെ നായികയാക്കി കൊണ്ടുവന്ന സിനിമയ്ക്ക് കിട്ടിയ ഒരു കയ്യടി, ഏറ്റെടുക്കൽ വളരെ വലുത് തന്നെയാണ്. മോഹൻലാൽ, മമ്മൂട്ടി, മഞ്ജു വാര്യർ ഈ ഒരു ലെവലിലേക്ക്. പണ്ട് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ പിൻവാങ്ങൽ, അവിടെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ പറ്റി. അതിന് നയൻതാര എന്ന് പറയുന്ന ഒരു നായിക നടി മലയാളത്തിൽ നിന്ന് വളർന്നു വന്നെങ്കിലും അവർ റേഞ്ച് മാറി അന്യ ഭാഷകളിലേക്ക് പോയി. അവരുടെ ബഡ്ജറ്റോ അവരുടെ റെമ്യൂണറേഷനോ ഒന്നും മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയാത്ത വലിയ ബഡ്ജറ്റാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയതിനു ശേഷം അവർ വെക്കുന്ന ഡിമാൻഡുകൾ, അവർ താമസിക്കുന്നതിൻ്റെ 10 കിലോമീറ്റർ ചുറ്റുള്ള ഒരു ഷൂട്ട് വെക്കണം എന്നൊക്കെയാണ് അവരുടെ ഡിമാൻഡുകൾ. അതുപോട്ടെ, സ്വാഭാവികമായിട്ടും മോഹൻലാലും മമ്മൂട്ടി, മഞ്ജു വാര്യർ ഈ ഒരു താരനിര 3 നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയിൽ മഞ്ജു വാര്യർക്ക് കടന്നു വരേണ്ടി വന്നു. പിന്നീട് ഈ WCCയിൽ മഞ്ജു വാര്യർ അംഗമായാലും ഇല്ലെങ്കിലും മഞ്ജു വാര്യരെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും മഞ്ജു വാര്യരെ വിളിക്കാൻ തന്നെ ചെയ്യും. പക്ഷേ മഞ്ജു വാര്യർ ഒന്നുകൂടി സെലക്റ്റീവ് ആയതുകൊണ്ടാണ് സിനിമകളുടെ എണ്ണം കുറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, മഞ്ജു വാര്യരുടെ ഇടപെടൽ, മഞ്ജു വാര്യർ അഭിനയിച്ച കേന്ദ്രപദാർത്ഥത്തെ അഭിനയിച്ചൊരു സിനിമയുടെ സെറ്റിൽ, സുഹൃത്തുക്കളുടെ സെറ്റിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾ പോയിരുന്നു. അവരിടപെടുന്ന ഒരു രീതിയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഇനി പൊയ്മുഖമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നേരിൽ കണ്ട ഒരു മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ക്യാരവാനുണ്ട്, അവർക്ക് ക്യാരവാനിൽ പോയിരുന്നാൽ മതി. അവരങ്ങനെയല്ല. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവരവിടെ വന്ന് അവിടുത്തെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പെരുമാറി, സംസാരിച്ച്, കാണാൻ വരുന്നവരോടൊപ്പം സെൽഫി എടുത്ത് അങ്ങനെ പോകുന്ന വളരെ സിമ്പിളായി പോകുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർക്ക്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് അവരുടെ ക്യാരവാൻ കൊടുത്തിട്ടുണ്ട്, ഷൂട്ട് കഴിയുക, നേരെ ക്യാരവാനിൽ കയറിയിരിക്കുക, പിന്നെയും വരിക. ഇപ്പോഴത്തെ നടിമാരൊക്കെ കാണിക്കില്ല, നടന്മാരൊക്കെ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ആ സിനിമയിൽ, അതിൻ്റെ പേര് വെള്ളരിപ്പട്ടണം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു, സൗബിൻ നായകനായ സിനിമ, മഞ്ജു വാര്യരുടെ കഥാപാത്രം. അവിടെ ഞാനൊരു ഞാൻ എൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ വേഷം, ഒരു ചെറിയ സീനിൽ ഒരു 2 ഡയലോഗ് ഡബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം ഞാൻ തന്നെ ഡബ് ചെയ്ത്, ചെറിയ വേഷമാണ്. അതിൽ ഞാൻ മഞ്ജു വാര്യരോട് ഡയലോഗ് പറയുന്ന ഒരു പോർഷനുണ്ട്. ഞങ്ങൾ 4 പേരാണ് ഒരു അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഇവരെ ക്ഷണിക്കാൻ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എല്ലാവരും ആദ്യമായിട്ട് അഭിനയിക്കുന്നവരാണ്. അപ്പോൾ പുള്ളിക്ക് ലുക്ക് കൊടുത്തു, ക്യാമറയിൽ ലുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ നോക്കിയിട്ട് മഞ്ജു വാര്യരാണെന്ന് വിചാരിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. പുള്ളി 2 വട്ടം പറഞ്ഞിട്ടും ഇത് ശരിയാവുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ മഞ്ജു വാര്യർ ഈ ഡയറക്ടറുടെ അപ്പുറത്ത് കസേരയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവരവിടെ നിന്ന് എഴുതിയിട്ടു എന്ന് പറഞ്ഞു, ഞാൻ നിൽക്കാം, ലുക്ക് കൊടുക്കണ്ട, ഞാൻ തന്നെ നിൽക്കാം. അവർക്കതിൻ്റെ കാര്യമില്ല. ആ ഫ്രെയിമിൽ മഞ്ജു വാര്യരില്ല, മഞ്ജു വാര്യർ ആവശ്യമില്ല. ഇത്രയും വലിയൊരു നടി ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് പോയി ലുക്ക് കൊടുക്കുകയാണ്, എന്നെ നോക്കി പറയൂ. അത്രയും സിമ്പിളാണ് സെറ്റുകളിലെ മഞ്ജു വാര്യർ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ WCCയിൽ അംഗമായി ഇരിക്കുന്നത് കൊണ്ട്
അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഒരു ലോജിക്കേ അല്ല. അല്ല, പാർവതി തിരുവോത്തൊക്കെ അത്തരം അഭിപ്രായങ്ങൾ തുറന്നടിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കൂ, മഞ്ജു വാര്യരെ വെച്ച് സിനിമ ചെയ്യാൻ സ്വപ്നവുമായി നടക്കുന്ന ഒരുപാട് പുതുമുഖ സംവിധായകരുണ്ട്. കഥ പോയി പറഞ്ഞിട്ട് മഞ്ജു വാര്യർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമുക്കിത് പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കപ്പെട്ട പ്രൊജക്ടുകളെ പറ്റി എനിക്കറിയാമേ. മഞ്ജു വാര്യർക്ക് സിനിമ ചെയ്യണമെങ്കിൽ വാരിക്കൊരു സിനിമ ചെയ്യും. ഈ പാർവതി തിരുവോത്തിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പാർവതി തിരുവോത്ത് ഒന്നുകൂടി സെലക്റ്റീവ് ആയതായിരിക്കും. കാരണം പാർവതി തിരുവോത്ത് ചുരുങ്ങിയ സമയം കൊണ്ട്, മഞ്ജു വാര്യരെ പോലെ ഇതല്ല. മഞ്ജു വാര്യർ നോക്കൂ, എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. പാർവതി വന്നു, കുറച്ച് സമയം കൊണ്ട് പേരെടുത്തു, പിന്നീട് അവർ ഒരു ലെവൽ മാറ്റി. ശരീരമൊന്നും ഞാൻ കുറ്റം പറയുന്നതല്ല, സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി അവരൊരു എഫേർട്ട് ഇടുന്നു എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ മഞ്ജു വാര്യർ അങ്ങനല്ല. മഞ്ജു വാര്യർക്ക് പ്രായം എത്രയാണ്? ഈ മോഹൻലാലിനെ മമ്മൂട്ടിയും മഞ്ജു വാര്യരും ചേർത്ത് പറയുന്നത് എന്താ? ഈ പറയപ്പെടുന്ന നയൻതാരയെക്കാളും സീനിയറല്ലേ മഞ്ജു വാര്യർ? മഞ്ജു വാര്യർ ചില സമയത്ത് സ്റ്റേജ് ഷോയിലൊക്കെ പാട്ട് പാടാനൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു 18, 19, 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് മഞ്ജു വാര്യർ നിന്ന് പാട്ട് പാടുന്നത്. അമ്മയാണ് ഡോക്ടർ, ഒരു MBBS ബിരുദധാരിയുടെ അമ്മയാണ് മഞ്ജു വാര്യർ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് അവരവരുടെ ശരീരം ശ്രദ്ധിക്കുന്നുണ്ട്. അവരതിനു വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. അതും വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ്. ആ മഞ്ജു വാര്യർക്ക് WCCയിൽ അംഗമായതുകൊണ്ട് ഈ പറയപ്പെടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വാദത്തിനോട് എനിക്ക് എതിർപ്പുണ്ട്. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ അവർ കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളല്ലേ അവർക്ക് പറയാൻ പറ്റൂ. മഞ്ജു വാര്യർക്ക് വന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനപ്പുറത്തേക്ക് മഞ്ജു വാര്യർക്ക് കിട്ടിയൊരു സ്റ്റാർ വാല്യൂ ഉണ്ട്. മഞ്ജു എന്ന് പറയുന്ന നടിക്ക് അവർ പ്രൂവൺ ആയതിനു ശേഷം 1 or 2 സിനിമകൾക്ക് ശേഷം ഈ പറയപ്പെടുന്ന അവസരങ്ങൾക്ക് വേണ്ടി ഒരാളുടെയും വാതിൽപ്പടിയിൽ മുട്ടേണ്ടി വന്നിട്ടുണ്ടാവില്ല, ആരോടും ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അവരുടെ ഡേറ്റിന് വേണ്ടി സിനിമകൾ മാറ്റിവെക്കുന്ന അവസ്ഥയുണ്ട്. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സിനിമ സെറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. ഞാൻ പടം എന്തായി ഷൂട്ട് നടക്കാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഒരു ചെറിയ പണിയുണ്ട്, എന്താടാ ഈ മഴ ആയതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് സിനിമ ചെയ്യില്ല. അപ്പോൾ നായികയ്ക്ക് ആലോചിക്കണം, ഒരു പെൺകുട്ടി, ഒരു പുതുമുഖ നായികയല്ല, കുറച്ച് സിനിമകൾ, 10 or 15 സിനിമകൾ കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് ആ സിനിമയിൽ നായികയ്ക്ക് തെലുങ്കിലൊരു പ്രൊജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരു 20 ദിവസത്തെ ബ്രേക്ക് വരും. നമുക്ക് നായകനടക്കമുള്ള ക്രൂ ഷൂട്ട് ചെയ്യാതെ നായികയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, മലയാളം ഇൻഡസ്ട്രി മാറി. തിരിച്ചായിരുന്നെങ്കിൽ ഇത് വാർത്തയായനെ, ചർച്ചയായനെ. അല്ല, വാർത്തയും ചർച്ചയും ആവുന്ന രണ്ടാമത്തെ കാര്യം. ഇപ്പൊ അതിന് സംഭവിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാ. ആ നായകന് വേറെ പടം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. ഓക്കെ, അതിനനുസരിച്ച് അവർ ഷെഡ്യൂൾ ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക്, സഹകരണ മനോഭാവത്തിലേക്ക് സിനിമ പോയി. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പേരുള്ള താരങ്ങളാണെങ്കിലും അന്ന് ക്യാരവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചാരു കസേര ഇട്ട് കൊടുക്കും, അവിടെ പുറകിൽ തുറത്ത് പിടിച്ച ഒരാൾ നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഇപ്പം അങ്ങനെയൊന്നും അല്ലെന്നേ. സിനിമ സെറ്റിൽ ഈ പറയുന്ന സിനിമ ഷൂട്ട് നടക്കുന്ന സെറ്റിൽ ഈ ഇടയ്ക്ക് ഞാൻ ഒന്ന് പോയി, നമ്മുടെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളാണ് കാർ ഓടിക്കുന്നത്, ഒരു ബൈക്ക് ഇരിക്കുന്നു. നമുക്ക് മലയാളത്തിൽ നിന്ന് ചെറുപ്പക്കാരാണെങ്കിലും പേരും പ്രശസ്തിയുള്ള ഒരു നടൻ, ഒരു സിനിമാ നടൻ്റെ മകൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, വെറുതെ അവർക്ക് അവർ പബ്ലിസിറ്റിക്കണം. ഇവൻ ഓടിക്കൊണ്ട് വന്നിട്ട് ഈ ബൈക്ക് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കുക. അവനതിൻ്റെ എന്താ ആവശ്യമാണ്? 4 പേര് അറിയുന്നൊരു സിനിമ നടനാ, ഏതോ ഒരു തന്നെ കാർ വഴി കൂടെ പോവുക, അതിന് സൈഡ് പറഞ്ഞു കൊടുക്കുന്നു, ബൈക്ക് മാറ്റി കൊടുക്കും. സിമ്പിളായി സിനിമ. ഇനി അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത ആളുകളും ഉണ്ട്. പക്ഷെ സെറ്റിൽ ഇവരൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇവരുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട മഞ്ജു വാര്യർ, കുറച്ച് ദിവസങ്ങൾ മാത്രം ഞാൻ കണ്ട മഞ്ജു വാര്യർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. പിന്നെ മനുഷ്യരല്ലേ പിള്ളേ, ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. സിനിമയിലെന്നല്ല, എല്ലാ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ഇപ്പോ പലരും രോഹിത്, അതിൽ ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു കാര്യം, ഈ അമ്മമാർ തന്നെ കൂട്ടിക്കൊടുക്കുന്നില്ലെങ്കിൽ അമ്മമാർ തന്നെ മടിക്കുത്തഴിക്കാൻ തയ്യാറാകുന്നു. ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. കഥകിനെ തല്ലിപ്പൊളിക്കുന്നു, പിന്നെ വഴങ്ങി കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഇത് വെക്കുന്നു. ഇതൊക്കെ ഈ പറയപ്പെടുന്ന നമ്മൾ ഈ സംശയിക്കുന്ന മലയാളികൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന കുറച്ച് താരങ്ങളുണ്ടല്ലോ, അവരൊന്നും ആയിരിക്കില്ല. കാരണം അവർക്ക് ഇതിനെ പഞ്ഞില്ല. അതെ, അവർക്ക് ഇഷ്ടം പോലെ കടൽ പോലെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു നടന്റെ പേര് പറഞ്ഞിട്ട് ഞാനൊരു വ്യക്തിയോട് ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചത്, ഇത്ര ദാരിദ്ര്യമാണോ അയാൾക്ക്? ഈ 16 തവണ പോയി കഥകി തട്ടാനും ഈ കഥ ചവിട്ടി പൊളിക്കാനും ഒക്കെ അയാള് ഒന്ന് വിരൽ ഞൊടിച്ചാൽ എത്ര എണ്ണം വേണമെങ്കിലും അയാളുടെ ബെഡ്റൂമിലേക്ക് വരും. ഈ തല്ലി പൊളിക്കാൻ ചെല്ലുന്നത് ഇത് പ്രതീക്ഷിച്ച് സിനിമ ചെയ്യാൻ വരുന്ന വല്ല പ്രൊഡ്യൂസർമാരോ അവരുടെ അവിടുത്തെ ചെറിയ ചെറിയ വഴിയൊക്കെ ചെയ്യുന്നവരാ. താരങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിൽ ഈ പറഞ്ഞപ്പെടുന്ന അമ്മമാർ പോലും ഇതിന് തയ്യാറായി വന്ന ഇവിടെയാണ് കൊല്ലം തുളസി പറഞ്ഞ കഥ എനിക്ക് ഓർമ്മ വരുന്നത്. കൊല്ലം തുളസിയെ പ്രൊഡ്യൂസറുടെ റൂമിന്റെ തൊട്ടപ്പുറത്ത് AC സംവിധാനങ്ങളുള്ള റൂം കൊടുത്തു. കൊല്ലം തുളസി പറഞ്ഞ് റെസ്റ്റ് എടുത്തോ, പ്രൊഡ്യൂസർ കാണാൻ വരുമെന്ന് പറഞ്ഞു. കൊല്ലം തുളസി പോയിട്ട് 4 അടിച്ചിട്ട് കയറി കിടന്നു. പുള്ളിയുടെ പറഞ്ഞത് 4 അടിച്ചിട്ട് കയറി കിടന്നു. തിരിഞ്ഞാണ് കിടക്കുന്നത്, ലൈറ്റ് ഓഫാ. രാത്രിയായപ്പോൾ ആരോ കഥ തുറന്നു വന്നിട്ട് തടവാണെന്ന്. പുള്ളി തടവാണ്. പുള്ളി ഇങ്ങനെ ചാടി നിന്നിട്ട് ആരാധന കണ്ടു ചോദിച്ചു. ഇന്ന് ലൈറ്റ് ഇട്ടു. നീ ഏതാ? ഞാനാ കൊല്ലം തുളസി. കൊല്ലം തുളസിയോ? അപ്പൊ കൊല്ലം തുളസി പെണ്ണല്ലേ എന്ന് ചോദിക്കുന്ന ആരോ ഇപ്പൊ പറഞ്ഞല്ല. കൊല്ലം തുളസി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അത് ഇപ്പൊ ട്രെൻഡിങ്ങാ, ആ റീൽ ഇപ്പൊ ട്രെൻഡിങ്ങാ. അതാണ് ഇൻഡസ്ട്രി.
അപ്പൊ അല്ലാതെ ഈ നിങ്ങളെയൊക്കെ ആരും സംശയിക്കുന്ന താരങ്ങളായിരിക്കില്ല ഈ കഥകിൽ മുട്ടിയതോ കട്ടിലിന്റെ അടിയിൽ കയറിയതോ. അവർക്കൊക്കെ വേറെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വേണ്ടുന്നവർക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് ആളുകളുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ല. പക്ഷെ അവർ പലരെയും ഒതുക്കുകയും പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടണം. അതെ, തീർച്ചയായിട്ടും നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം ഈ രോഹിത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിവുണ്ടെങ്കിൽ അവസരങ്ങളൊന്നും ആരും തകർക്കില്ല, അത് മുന്നോട്ട് കിട്ടുക തന്നെ ചെയ്യും. പാർവതി തിരുവത്തിനെ പോലുള്ളവർ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്ര ആരോപണങ്ങൾ നടത്തിയതെന്ന് അതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് ധന്യ പറഞ്ഞ ഈ പേരുകാരൊക്കെ സിനിമ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ഒരു ദിവസം മുടക്കമില്ലാത്ത സിനിമയുണ്ട്. അത് ധ്യാൻ പറയുന്നത് എന്താ, ധ്യാനിന്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ വരുന്നത്. കഥ എന്ത് കഥ ഞാൻ അഭിനയിക്കാം. ഞാൻ പറയുന്നത് എന്താ, എന്റെ ജോലിയാണ്, ഇത് ചെയ്താലേ എനിക്ക് പൈസ കിട്ടും. ദിലീപിന്റെ സിനിമ പോലും ഇപ്പൊ OTT എടുക്കുന്നില്ല, പക്ഷെ ധ്യാനിന്റെ സിനിമ OTT വലിയ പൈസക്ക് എടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഞാൻ എല്ലാ കളികളും അറിയാവുന്ന ആളാണ്. മൊബൈൽ വിനീത് ശ്രീനിവാസന്റെ സഹോദരനും ശ്രീനിവാസന്റെ മകനും അതൊന്നുമില്ല ആ ഒരു ലെവലിലേ അല്ല ധ്യാൻ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ധ്യാൻ പണ്ടേ ഹിറ്റ് ആവേണ്ടുന്ന സാധനമാണ്. ധ്യാൻ തുടക്കത്തിൽ വന്ന് നല്ല സിനിമയിൽ അഭിനയിച്ചു, നല്ലോണം സംവിധാനം ചെയ്തു, നല്ലോണം സ്ക്രിപ്റ്റ്, ഇതൊക്കെ അവൻ ചെയ്ത് തെളിയിച്ച് വെച്ചിട്ട് പിന്നെ അവന്റെ കളി എന്ന് പറഞ്ഞാൽ ഇവന്റെ പടങ്ങളൊന്നും തിയേറ്ററിൽ ഓടൂല. അവൻ തന്നെ പറയും എന്റെ പടം ആര് തിയേറ്ററിൽ കാണാൻ, എന്റെ ഇന്റർവ്യൂ കാണും. പക്ഷെ ഇവന്റെ പടം മൊബൈൽ സ്ക്രീനിൽ നോക്കൂ. ഹിഗിറ്റ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നതുപോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇതിന്റെ ഫേസ്ബുക്കിൽ കുറെ പിന്നെ സീനുകൾ കണ്ടിട്ട് അതിൽ ധ്യാന്റെ മാസ്മരിക്ക് അഭിനയമൊന്നുമല്ല, പക്ഷെ സുരാജ് വെഞ്ഞാറമൂടിന്റെയും കണ്ണൂർ രാഷ്ട്രീയം പറഞ്ഞ സിനിമ ആയതുകൊണ്ട് ഞാനത് തേടി പിടിച്ച് OTT പോയി കണ്ടു ഈ പടം. എന്ന് പറയുന്നത് മൊബൈൽ സ്ക്രീനിൽ ധ്യാന്റെ മുഖം വന്ന പടം കാണാൻ ആളുണ്ട്. ധ്യാന്റെ സിനിമകൾ തിയേറ്ററിൽ ചിലപ്പോൾ സംവിധായകന്റെയും പ്രൊഡ്യൂസറുടെ നിർബന്ധം കൊണ്ടായിരിക്കും ധ്യാന് OTTയിൽ സിനിമകൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ പറഞ്ഞു വന്നത്, ആവശ്യക്കാര് തേടി വരാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അത് സെലക്റ്റീവ് ആവുമ്പോഴാണ് ഒരു മഞ്ജു വാര്യരോട് തന്നെ എന്നിട്ട് 4 വട്ടമായിട്ട് പറയാം, 4 റിജക്ട് ചെയ്താൽ പിന്നെ ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. പക്ഷെ അവരൊക്കെ വളരെ സെലക്റ്റീവായിട്ട്, എനിക്ക് ഇപ്പോഴും അവർ നല്ല സ്ക്രിപ്റ്റുകൾ വന്നാൽ പടം ചെയ്യാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഇവരൊരു എന്താ പറയുക, മലയാളി പ്രേക്ഷകർ അതെങ്ങനെ ഏറ്റെടുക്കും എന്നൊക്കെയുള്ള സംശയം കൊണ്ടായിരിക്കും അവരൊക്കെ എടുക്കാതെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം അവസരങ്ങൾ, അതായത് കഴിവുണ്ടെങ്കിൽ അവസരങ്ങൾ ആരും മുടക്കില്ല, അത് തേടി വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം.